വെൽക്കം ബാക്ക്. ആദ്യം തന്നെ പറയാണ്, ഇന്ന് ചെറിയൊരു ഡേ ആയിരിക്കും. ബിക്കോസ് ഇന്നൊരു ഷോപ്പിംഗ് ഡേ ആണ്. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കാതിരുന്നിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. ഒരു ചായയിലും ബിസ്ക്കറ്റിലും മാത്രം ഒതുങ്ങിയിട്ടുള്ളൊരു മോർണിംഗ്. മെയിനായിട്ടും കാറിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രഷ്നേഴ്സും പിന്നെ കുറേ ആക്സസറീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കനേഡിയൻ ടയറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാനഡയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കനേഡിയൻ ടയറിലേക്ക് വരുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇക്കൊക്കെ വരുന്നുണ്ടെങ്കിലും പറയുമായിരുന്നു ലോകത്തില്ലാത്ത എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്ന്. മെയിനായിട്ടും ആളിങ്ങോട്ടേക്ക് വരാറുള്ളത് കാറിൻ്റെ എന്തെങ്കിലുമൊക്കെ പാർട്സോ കാര്യങ്ങളോ ഫിറ്റിങ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഔട്ട്ഡോർ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷെസൂൻ്റെ ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നതും ഔട്ട്ഡോർ ഗെയിംസ് തന്നെയാണ്. ഷെസൂനൊരു സൈക്കിൾ ഓഫർ ചെയ്യണം എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ സൈക്കിൾ ബാലൻസ് എത്തുന്നതിന് മുമ്പേ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവനിക്ക് ആ ഒരു മേഖലയിൽ അത്ര എക്സ്പേർട്ട് അല്ല. എങ്കിലും ഒരെണ്ണം വാങ്ങണം എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയത്, നമുക്ക് കുക്ക്വെയർ സെറ്റ് എല്ലാം നാട്ടിൽ നിന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ പാനെല്ലാം നമ്മുടെ ഇവിടുത്തെ സ്റ്റൗ ടോപ്പിലത്തെ ആ ഒരു ചൂടിന് അത്ര താങ്ങാവുന്ന ടൈപ്പല്ലായിരുന്നു. ബോള് കാണിച്ചാ അഞ്ച് എന്തിനത്? ആ വലിപ്പമുള്ള ഞാൻ ചെയ്യുന്നു. എന്ത് ഇത് ഫുള്ള് ഇതേപോലെ തന്നെയാണ് കണ്ടാ. ഇക്കാക്ക് ഇവിടെ 4 days വർക്കും 3 days ഓഫ് ആയതുകൊണ്ട് ഇത്തവണത്തെ വീക്കെൻഡ്സ് നമുക്കൊരു ലോങ് വീക്കെൻഡ്സ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ദിവസത്തെ കലാപരിപാടിയാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ. പാട്ടിലും ഡാൻസിലും ഒക്കെ ഉള്ള ഷെസൂൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ്
ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാറുണ്ട് കേട്ടോ. അതാണ് ഇപ്പം ഇക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സോങ്ങിൽ തന്നെ ഈ ഒരു ഡാൻസിൻ്റെ ക്ലിപ്പ് എനിക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെന്ന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സോങ് ഫുള്ളായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ തന്നെ നമുക്കിതൊന്ന് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോ ക്രേവിങ്സ് വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഒറ്റ പോക്ക് പോയി ഗുലാബ് ജാമുനും ലഡുവും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണത്തിന് ഇവിടുത്തെ വീടുകളെല്ലാം നമുക്ക് സ്വന്തമല്ലാത്തതുകൊണ്ടും ഇടയ്ക്കൊക്കെ ഈ അക്കോമഡേഷൻ മറന്നുകൊണ്ടും എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ലോങ് മിറർ ഉണ്ടാവണമെന്നില്ല. സോ ഞങ്ങൾ ഐക്യന്ന് ഒരു മിറർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഈ കാണുന്ന ഈ ഒരു പ്രഹസനം കേട്ടോ. നല്ലൊരു ഡ്രസ്സ് വാങ്ങി മിറർ നോക്കാതെ പുറത്തേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ ഇപ്പോൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോൾ ഷെസും ഞങ്ങളും കൂടിയിരുത്ത് കുറച്ച് കളറിങ്ങും അതിൻ്റെ കൂടെ കുറച്ച് മോണ്ടിസോറി ക്ലാസ്സസും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ വരുന്ന സെപ്റ്റംബറിൽ ഷെസു ഇവിടെ ആദ്യമായിട്ട് കിൻഡർ ഗാർഡനിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നാട്ടിലത്തെ ഇവൻ്റെ പ്രായമുള്ള ഫ്രണ്ട്സ് എല്ലാം 2ാം വർഷം കിൻഡർ ഗാർഡനിൽ പോകുമ്പോൾ ഇവനിവിടെ ആദ്യത്തെ വർഷമാണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോണത്. കാര്യം ഇവിടെ 1 വർഷമാണ് KG ക്ലാസ്സസ് ഉള്ളൂ. നെക്സ്റ്റ് ഇയറിൽ ഇൻഷാ അല്ലാ ഗ്രേഡ് 1ലേക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അടുത്തൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം.